നമസ്കാരം. കുറച്ചു നാളായി താരസംഘടനയായ അമ്മ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഇപ്പോ അതാ താരസംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേതോ മേനോനെതിരെ ഗുരുതരമായ ആരോപണമാണ് സംഘടനയിൽ ഒരു ഭാഗം നടിമാർ ഉന്നയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് നടിമാർ ശ്വേതയ്ക്കെതിരെ രംഗത്തെത്തിയത്. നടി അൻസിബ ഹസനെ വർഗീയവാദിയായി ജിഹാദിയുമാക്കി ഓടിക്കാനുള്ള ശ്രമമാണ് അമ്മയിൽ നടക്കുന്നത് എന്നാണ് നടി മാല പാർവതി വ്യക്തമാക്കിയത്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേതയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി താഴെ വീണതെന്നും അൻസിബ അവകാശപ്പെട്ടു. ശ്വേതയ്ക്കെതിരെ ആരോപണവുമായി ഉഷ ഹസീനയും രംഗത്തെത്തി. ഉഷ ഹസീന, അൻസിബ ഹസൻ, മാല പാർവതി, മായ വിശ്വനാഥ് എന്നിവർ സംയുക്തമായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശ്വേതയും നടൻ രമേഷ് പിഷാരടിയുമായുള്ള ഫോൺ സംഭാഷണത്തിലെ ആരോപണങ്ങൾ നടിമാർ അക്കമിട്ട് മറുപടി നൽകി. അദാനി ഗ്രൂപ്പിൽ നിന്നും അമ്മ സംഘടനയ്ക്ക് 15 കോടി സംഭാവനയായി ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ ഒരു അഭിമുഖത്തിൽ പറയുന്നതിന്റെ വീഡിയോ വാർത്താ സമ്മേളനത്തിൽ മാല പാർവതി പ്രദർശിപ്പിച്ചു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും തങ്ങൾക്ക് 15 കോടി രൂപ വേണ്ടെന്ന് മാല പാർവതി വ്യക്തമാക്കി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ 15 കോടി രൂപ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മ അംഗമല്ല. മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാന കാര്യം. വീഡിയോ പ്രദർശിപ്പിച്ച ശേഷമായിരുന്നു മാല പാർവതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശ്വേത കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അവർക്ക് ഏത് പാർട്ടി വേണമെങ്കിലും ആവാം. അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ എതിർക്കുക തന്നെ ചെയ്യും. അത് ചോദ്യം ചെയ്യുന്ന ആളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി ജിഹാദിയാക്കി ഓടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഹിന്ദു ക്ഷേത്രത്തിൽ നിന്നും പണം വാങ്ങിയതിന്റെ പേരിൽ അവർ വർഗീയത നടപ്പിലാക്കിയെന്ന് ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് ആരോപണമല്ല, എന്റെ അനുഭവമാണ്. എന്തുകൊണ്ട് ശ്വേത എനിക്ക് മൈക്ക് തരാതെ ജനറൽ ബോഡിയിൽ വട്ടം പിടിച്ചു നിന്നത്? ഞാൻ സംസാരിക്കാൻ പാടില്ല, മാധ്യമങ്ങളിൽ പോവും എന്നാണ് പറഞ്ഞത്. രമേഷ് പിഷാരിയുടെ ഫോൺ സംഭാഷണം അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടു. ഒരാൾ കൂടി ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നുവെന്നും മാല പാർവതി വ്യക്തമാക്കി. അൻസിബ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ശ്വേത തന്നോട് പറഞ്ഞത്. ശ്വേത എന്താണ് സംസാരിക്കുന്നതെന്നും അങ്ങനെ പറയല്ലേ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കമുണ്ടായി എന്നും നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ പുറത്തു പറയും എന്നും ഇത് സാമൂഹിക വിഷയമാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു ശ്വേതയുടെ മറുപടി. നിങ്ങൾ ഇൻഡസ്ട്രിയുടെ പുറത്താകും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞു മാറി നിൽക്കണമെന്ന്. അൻസിബ പ്രശ്നത്തിൽ ഇടപെടരുത് എന്ന് ശ്വേത തന്നോട് പറഞ്ഞിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥമെന്നും വളരെയധികം ആലോചിച്ച ശേഷമാണ് പ്രൊഡക്ഷൻ കൺട്രോളെ താൻ വിളിച്ചത്. ശ്വേതയുമായി തർക്കമുണ്ടായ ശേഷമാണ് താൻ അവർക്ക് ഗൂഢാലോചനക്കാരിയായത്. ഗൂഢാലോചനയില്ല, ആലോചന നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണവും വർഗീയവാദവും നടത്തുന്ന മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആളുകളെയല്ല അമ്മയെ ഭരിക്കേണ്ടത് എന്നത് എന്റെ വിശ്വാസമാണ് എന്ന് മാല പാർവതി പറയുന്നു. എന്തായാലും കയ്യും കാലും പിടിച്ചാണ് രമേഷ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചത്. ബോളിവുഡിൽ നടന്ന പോലെ സിനിമാ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റി നാടിനെ വർഗീകരിക്കാനുള്ള ശ്രമത്തെ മുളയിലെ നുള്ളാൻ ശ്രമിച്ചു എന്ന ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. അശ്ലീല ഭാഷ ഉപയോഗിച്ചിട്ടില്ല, രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു.